സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തും ഒക്കെ ഇപ്പോൾ സംസാര വിഷയം കാന്താരയും ഷെട്ടി ഗ്യാങ്ങൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെന്നെത്തി നിൽക്കുക ഒരു സിനിമയിലാണ്. 2014 പുറത്തിറങ്ങിയ ഉളിതവർ കണ്ടാതെ, രക്ഷീഷ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത സിനിമ. അതുവരെ ഇറങ്ങിയിരുന്ന കന്നഡ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഉള്ളിതവർ കണ്ടാതെ. സിനിമ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രക്ഷീഷ് ഷെട്ടിയുടെ റൈറ്റിംഗും ഡയറക്ഷനാണ്. റഷമോൻ എഫക്റ്റ് എന്ന വളരെ വിഖ്യാതമായ ഒരു സിനിമാറ്റിക് ട്രോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം കഥ പറയുന്നത്. ഈ ഒരു രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീനിയർ പാത്തിലല്ലായിരിക്കും കഥ പറയുക, അത് നോൺ ലീനിയർ ആയിട്ടായിരിക്കും കഥ പറയുക. ഒരു ഇൻസിഡൻറ്റിൻ്റെ വിവിധമായ പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് രീതി. ഈ സിനിമയിലും അതാണ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിനെ ബാധിക്കപ്പെട്ട ആളുകളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ആളുകൾ തങ്ങൾ എന്താണ് കണ്ടത് അല്ലെങ്കിൽ തങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് സിനിമ 7 ചാപ്റ്ററുകളായി ഭാഗിച്ചിട്ടുണ്ട്. ഈ 7 ചാപ്റ്ററുകളും ഓരോ ചാപ്റ്ററും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ആദ്യത്തെ ഒരു പെർസ്പെക്റ്റീവുകളായിരിക്കില്ല രണ്ടാമത്തെ പെർസ്പെക്റ്റീവിൽ വരും മനസ്സിലാകുക. മൂന്നാമത്തെ നറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വേറൊരു അർത്ഥം മനസ്സിലാവുക. സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് റിച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ രക്ഷി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. രക്ഷിതിൻ്റെ ക്യാരക്ടറെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു റൗഡി ആയിട്ടായിരിക്കും. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ അദ്ദേഹത്തെ ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ കാണും. മൂന്നാമത്തെ ഒരു കൊലപാതകയായിട്ടായിരിക്കും. അങ്ങനെ 7 പെർസ്പെക്റ്റീവ് കഴിയുമ്പോൾ രക്ഷീഷ് ഷെട്ടിൻ്റെ റിച്ചി എന്ന ക്യാരക്ടറിനെ പറ്റി നമുക്ക് വേറൊരു വലിയൊരു പിക്ചർ തന്നെ കിട്ടും. സിനിമയിൽ മറ്റൊരു ക്യാരക്ടറുണ്ട്, ഒരു രഘുവിൻ്റെ അമ്മയുടെ ക്യാരക്ടർ. ആദ്യം നമ്മളവരെ അറിയുന്നത് രഘുവിൻ്റെ അമ്മ എന്നുള്ളതാണ്. അത് രഘുവിൻ്റെ പെർസ്പെക്റ്റീവിലും ശൈലേഷ് എന്നുള്ള വേറൊരാളുടെ പെർസ്പെക്റ്റീവിലും. അപ്പോൾ നമ്മൾ അറിയുന്നത് അമ്മ എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കും. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് രഘുവിൻ്റെ അമ്മ എന്നുള്ളതാണ്. അത് സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ് വരുമ്പോൾ നമ്മൾ അവരുടെ ആ അമ്മ എന്നുള്ളതിനപ്പുറത്ത് അവരാരാണെന്ന് നമ്മളറിയും. രത്നാക്ക എന്നുള്ള അവരുടെ പേര് നമ്മളറിയും. അവരൊരു മീൻ വിൽക്കുന്ന സ്ത്രീയാണെന്ന് നമ്മളറിയും. അവരുടെ സൗഹൃദം എങ്ങനെയാണെന്ന് നമ്മളറിയും. അവരെങ്ങനെയാണ് ആൾക്കാരുടെ സമീപനം എങ്ങനെയാണെന്ന് നമ്മളറിയും. അങ്ങനെ ഒരാളെക്കുറിച്ച് തന്നെ നമ്മളെ പെർസ്പെക്റ്റീവ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സിനിമ കഥ പോകുന്നത്. സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ 2 സീനുകളുണ്ട്. ആദ്യത്തേത് രഘുവും റിച്ചിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സീനാണ്. അത് വളരെ വെർബലായി റിച്ചി ആയിട്ടുള്ള രക്ഷിത ഇങ്ങനെ ഡയലോഗ്സൊക്കെ പറഞ്ഞ് ഒരു നീണ്ട മോണോലോഗുള്ളതാണ്. അദ്ദേഹം അതിനകത്ത് ഒരു ക്യൂബൻ കുട്ടിയുടെയും മാണ്ടു എന്നുള്ളൊരു കുട്ടിയുടെയും കഥ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം കേൾക്കുമ്പോഴായിരിക്കും എന്തിനാണ് ഇവരിത് പറയുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്. പക്ഷെ പോകെ അയാൾ പറഞ്ഞ വളരെ ലളിതം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടാൻ തോന്നിയൊരു കഥ അതിന് വലിയ അർത്ഥങ്ങളുണ്ടെന്നോ അതിന് ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് പിന്നീട് മനസ്സിലാവും. അതേപോലെ രണ്ടാമത്തൊരു സീനാണ് രഘുവും അമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. നേരത്തെ പറഞ്ഞ സീന് ഡയലോഗുകളുണ്ട്, മോണോലോഗുകളുണ്ട് വ്യത്യസ്തമായിരുന്നെങ്കിൽ ഇത്തവണ ഡയലോഗുകളില്ല. രഘുവും അമ്മയും തമ്മിൽ കണ്ടുമുട്ടുന്ന സീനിൽ ഒരു വാക്കുപോലും ഉപയോഗിച്ചില്ല. പകരം അഭിനയത്തിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് രക്ഷിത് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ അഭിനയത്തിൽ തന്നെ അമ്മ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അവർ അനുഭവിക്കുന്ന ഒരു വെപ്രാളം, സന്തോഷം, സങ്കടം, ദേഷ്യം, ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം അവരുടെ അഭിനയത്തിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ രഘുവിൻ്റെ തൊട്ട് മുമ്പും നമ്മൾ രഘുവിനെ പറ്റി നമുക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടും ആ സീനിൽ എത്തുമ്പോൾ നമുക്ക് മാറുന്നു. ഇങ്ങനെ വിവിധമായ പെർസ്പെക്റ്റീവിലൂടെ കഥാപാത്രങ്ങളെയും അവരുടെ സാഹചര്യങ്ങളെയും അവതരിപ്പിക്കാൻ രക്ഷിത് ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡും സിനിമ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഒരു എന്താ പറയുക പാത്തിലൂടെ അല്ല പോവുക. നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പുതിയ മാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നതെല്ലാം. കന്നഡ സിനിമയിലേക്ക് പുതിയൊരു വേവ് കൊണ്ടുവന്ന സിനിമയാണെങ്കിൽ പോലും ഉളിതവർ കണ്ടാതെ തിയേറ്ററിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടറായ രക്ഷിതിന് പിന്നീട് വലിയ ദുഃഖമുണ്ടായി. രസം വെച്ചാൽ തിയേറ്ററിൽ പൊളിഞ്ഞുവെങ്കിലും ഈ സിനിമ പിന്നീട് ആൾ ഏറ്റെടുത്തു. അതിനൊരു കൾട്ടായി മാറി. വലിയൊരു മൂവ്മെൻറ്റിന് തന്നെ ആ സിനിമ തുടക്കം കുറിച്ചു. ഈ അടുത്ത് ഞാൻ റീല് കാണുകയുണ്ടായി. ആ റീലിൽ രക്ഷീഷ് ഷെട്ടി ഒരു കോളേജിൽ പരിപാടിക്ക് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളിതവർ കണ്ടതിൻ്റെ പേരിങ്ങനെ പറയും. പറഞ്ഞ നിമിഷം കാണികളിൽ നിന്നും ആർപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങും. രക്ഷിത ഒരു 2 മിനിറ്റ് നേരം രക്ഷിതിന് സംസാരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കും. അത്ര ലൗഡായി ശബ്ദം മാറും. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയും. സിനിമയുടെ വിജയം നിശ്ചയിക്കുന്നത് ബോക്സ് ഓഫീസ് അല്ല എന്നും അത് കാണുന്ന ആളുകൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ് എന്നതിൻ്റെ തെളിവായിരുന്നു രക്ഷിതിനെ അന്ന് ആലോചിച്ച ആ ഒരു അംഗീകാരം.